ഐഫോൺ സത്യത്തിൽ ആരാ പൊട്ടിച്ചത്? അത് നോക്കാൻ വേണ്ടി എടുത്തപ്പോൾ വീണ് പൊട്ടിപ്പോയതാ. ആര് നോക്കാൻ വേണ്ടി എടുത്തപ്പോ? അത് പിന്നെ ഞാൻ തന്നെ. എന്നാ നീ പറ, എന്റെ അലമാരയിലെ ഏത് ഭാഗത്താണ് ഫോൺ ഉണ്ടായിരുന്നത്? അത് പറ, 2 ദിവസം മുന്നേ നടന്ന കാര്യമില്ലേ? എനിക്ക് ഓർമ്മയില്ല. എടി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടു എന്തിനാണ് നീ അവന്റെ പേര് പറയാതിരുന്നത്? അവനല്ല. വേണ്ട വേണ്ട, ഇനി കൂടുതലൊന്നും നീ പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായിക്കുന്നു. സോറി മച്ചിയെ, ഫോൺ പൊട്ടിയപ്പോൾ എമ്മിക്കുട്ടൻ ആകെ പേടിച്ചു പോയി. അവൻ പേടിച്ചു പോയാൽ നീ കള്ളം പറയണോ വേണ്ടേ? എമ്മിക്കുട്ടനെ അടിക്കും വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. എൻ്റെ പൊന്നിഷ, എനിക്ക് അവനോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും കള്ളം പറയാൻ പാടില്ല മോളെ. നിന്നെ കണ്ടിട്ടല്ലേ അവൻ പഠിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. സംഭവം ഞാൻ ദേഷ്യം പിടിച്ചു എന്നുള്ളത് സത്യമാണ്. അത് പിന്നെ ഇത്രയും വില പിടിപ്പുള്ള ഫോണ് പൊട്ടിപ്പോയാൽ ആരായാലും ദേഷ്യം പിടിക്കൂലേ? പിന്നെ നീ എമ്മിനെ കൊണ്ട് കള്ളം പറയിപ്പിക്കുകയാണെന്ന് എത്തിയിട്ടാണ് എനിക്ക് വീണ്ടും നിന്നോട് ദേഷ്യം തോന്നിയത്. ഞാൻ എമ്മിനോട് അത് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അത് എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. സോറി മച്ചിയെ, ഞാൻ അങ്ങനെ ചെയ്യൂല.